ദൈവം സഹായിച്ചിട്ട് രണ്ടാമത്തെ വട്ടമാണ് ഇതുപോലെ ഒരു പ്രൗഡ്ഫുൾ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങളുടെ ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പിനോട് ഫൈനലി മുഹമ്മദ് സനൂഫ് ഹാസ് ബീൻ അറസ്റ്റഡ്. 2025 പഹൽഗാം ഇഷ്യൂ നടക്കുന്ന സമയത്ത് അന്ന് അവിടെ വെച്ച് കൊല്ലപ്പെട്ടിട്ടുള്ള മലയാളിയായിട്ടുള്ള രാമചന്ദ്രൻ സാറിന്റെ മകള് ആരതി രാമചന്ദ്രൻ അവര് ന്യൂസ് ചാനലുകൾക്ക് കൊടുത്ത ഒരു ബൈറ്റിന്റെ കീഴില് മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ ഇട്ടിട്ടുള്ള ഒരു കമന്റ് ആണിത്. ഈ കമന്റ് വായിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനും ഇവനെതിരെ കംപ്ലൈന്റ് കൊടുക്കാനല്ല, മറിച്ച് ഇവനെ കൈ കിട്ടുകയാണെങ്കിൽ കണ്ടം തുണ്ടം വെട്ടിക്കീറാനായിരിക്കും തോന്നുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവൻ നാട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്ത്. അവൻ ആ സമയത്ത് സൗദിയിലായിരുന്നു. ഇങ്ങനെ ഫൈനലി അവനിട്ട് ആ കമന്റിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് ഞാൻ തൊടുപുഴ മുട്ടം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അന്ന് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലൈന്റ് ഫയൽ ചെയ്തതിനു ശേഷം ഇവിടുന്ന് സാറുമാര്, ഇവന്റെ വീട് മലപ്പുറത്താണ്, മലപ്പുറത്ത് പോയിട്ട് അവന്റെ വീട്ടിൽ ചെന്ന് ഇവനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായി അവൻ നാട്ടിലില്ല, അവൻ പുറത്താണ്. ആ നാട്ടിൽ വരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഏകദേശം ധാരണയായി. ഇന്നലെ വെളുപ്പിനെ അവൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ആ സ്പോട്ടിൽ തന്നെ അവനെ നമ്മുടെ എയർപോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇവിടുന്ന് പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള രാമചന്ദ്രൻ സാറിന്റെ മൃതശരീരം കണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു രാജ്യസ്നേഹി എന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ ഒരു ചങ്ക് തകരും, അല്ലെങ്കിൽ കണ്ണ് നിറഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥ അതുണ്ടാവാം. അത്രക്ക് ഒരു വലിയൊരു പ്രതിസന്ധിയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും യഥാർത്ഥത്തിൽ ഈ പെഹൽഗാമിൽ വെച്ചുകൊണ്ട് നേരിട്ടത്. അതിൽ അദ്ദേഹം കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ മകളോട് കലിമ ചൊല്ലാൻ പറഞ്ഞു, അദ്ദേഹത്തോട് കലിമ ചൊല്ലാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലുള്ള ജിഹാദി ഭീകരവാദികൾ നമ്മുടെ നാടിന്റെ അകത്തേക്ക് നുഴഞ്ഞു കയറി ആക്രമണം നടത്തി നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ കൊല ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക, ആ കൊലപാതകത്തെ പൂർണ്ണമായിട്ട് പിന്തുണച്ചുകൊണ്ട് കശ്മീരിനെ മോചിപ്പിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ എന്നുള്ള രീതിയിലേക്ക് പറയുന്ന ഈ മുഹമ്മദ് സനൂഫിനെ പോലെയുള്ള ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കാനും അതിൽ ഒരു തരി പോലും ഭയമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത് ഈ പറയുന്ന വ്യക്തി സൗദി അറേബ്യയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെത്തിയ സമയത്ത് അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സാധാരണ ഒരു പൗരൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സഹോദരിക്ക് സാധിച്ചു എന്നുള്ളത് വലിയ രീതിയിൽ അഭിമാനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ അദീന ഭാരതിയെ നമ്മളെല്ലാവരും നേരിട്ട് അറിയുന്നതാണ്. പല വീഡിയോകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ അദീന ഭാരതി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദീന ഭാരതി ചെയ്ത ഈ ഒരു സംഭവം വലിയ രീതിയിൽ സക്സസ് ആയി എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഓരോ രാജ്യസ്നേഹിയും അഭിമാനിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു സംഭവം തന്നെയാണ് നടന്നത് എന്നുള്ള ഒരു തർക്കമില്ല. ഇതിനു മുന്നേ ആദ്യം മറ്റൊരു ഇതുപോലെയുള്ള പോസ്റ്റ് ഇട്ട അല്ലെങ്കിൽ ഒരു കമന്റ് ഇട്ട മറ്റൊരു വ്യക്തിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു, ജയിലിൽ അടച്ചിരുന്നു. ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അദീന ഭാരതിയെ പോലെയുള്ള ആളുകൾ നമ്മൾക്ക് ഓരോരുത്തർക്കും വലിയ രീതിയിൽ മാതൃകയാവുന്നൊരു സാഹചര്യമാണ്. കാരണം ഇന്നത്തെ യുവജനങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും തിരിച്ചറിയാതെ പോകുന്ന സമയങ്ങളുണ്ട്. അവർക്ക് എന്താണ് ഇതിൽ ഒരു ജിഹാദി ഭീകരവാദം എന്നുള്ള സംഭവമൊക്കെ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരുപാട് യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ ഒരു പത്രവാർത്തയായിട്ടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തയായിട്ട് മാത്രം കാണുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഇതൊരു വലിയ രീതിയിലൊരു പ്രചോദനമാണ്. അദീന ഭാരതിയെ പോലെയുള്ള ആൾക്ക് ഒരു സംശയമില്ല, ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന ഇതുപോലുള്ള ഭീകരന്മാരെ കൃത്യമായിട്ട് ജയിലിൽ അടക്കുക എന്നുള്ള ഒരു സാഹചര്യം അത് ഉണ്ട് എന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത ഒരു സമയത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. കാരണം നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റിയത് വലിയ അഭിമാനകരമാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയസൂര്യൻ സാറിന്റെ ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ഈ സനൂഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യക്കെതിരെ കമന്റുകൾ ഇടുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള അവലും മലരും സൂക്ഷിച്ചോളും എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള കമന്റുകളാണ് ഈ വരുന്നത്. അപ്പൊ ഈ കമന്റുകൾ ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കും ഇന്നല്ലെങ്കിൽ നാളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രീതിയിലുള്ള കമന്റുകളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, അഡ്വക്കേറ്റ് ജയസൂര്യൻ സാറ് പറയുന്നുണ്ട്, 1% പോലും നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ രാജ്യം ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് അല്ല, നരേന്ദ്രമോദിയാണ്, അമിത്ഷായാണ്, BJP ആണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള ഭീകരവാദ നിലപാടുകൾ എടുത്തുകൊണ്ട് വിദേശത്തു നിന്ന്
ഇന്ത്യയിലേക്ക് വരാമെന്ന് ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല. അവർക്ക് തീഹാർ ജയിലിൽ കൃത്യമായിട്ടുള്ള പാർപ്പിടം ഒരുക്കും, അവർക്കുള്ള നടപടി, അല്ലെങ്കിൽ ഈ PFIയുടെ പല നേതാക്കന്മാർ ഇപ്പോഴും ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കുകയാണ്. റൌഫിനെ പോലെയുള്ള ആളുകളൊക്കെയാണ് ഇതിനിടയിൽ ജാമ്യം കിട്ടി പുറത്തു വന്നത്. അവരൊക്കെ ഏകദേശം 2 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടാണ് ഇറങ്ങി പോന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പൗരനായി നിലനിന്നുകൊണ്ട് തന്നെ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക, അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വർഗീയ സിറ്റുവേഷൻ ഉണ്ടാക്കാനായിട്ട് നിലനിൽക്കുക. അപ്പോൾ നിരന്തരമായിട്ട് ഇന്ത്യൻ സൈന്യത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിലപാടെടുക്കുക, ഇതൊക്കെ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പഠനം, ഈ മനസ്സിലേക്ക് ഒരു വലിയ രീതിയിൽ ഒരു പഠനം ലഭിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. കാരണം കേവലം സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളോ കമന്റുകളോ കണ്ടിരിക്കുന്നതല്ല, ഇത് കൃത്യമായിട്ട് ഉപദേശങ്ങൾ ലഭിച്ചുകൊണ്ടാണ് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്നതിൽ തർക്കമില്ല. നമ്മൾക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിധി വന്നിരിക്കുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന 2008 നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട്. അപ്പൊ ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള 3 ജിഹാദി ഭീകരന്മാരാണ് അവിടെ തൂക്കിലേറ്റപ്പെടാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഗുജറാത്ത് ഹൈക്കോടതി ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് 56 പേരുടെ മരണത്തിന് ഇടയാക്കിയത്. 22 സ്ഥലങ്ങളിലാണ് സ്ഫോടനം നടത്തി. ഈ സ്ഫോടനം നടത്തുന്ന 22 സ്ഥലങ്ങളിൽ 2 സ്ഥലം അവിടുത്തെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്ഫോടനം നടത്തിയത്. എന്ന് വെച്ചാൽ ആദ്യം സ്ഫോടനം നടത്തിയ സമയത്തോടൊപ്പം തന്നെ അതിനുശേഷം ഒരു 40 മിനിറ്റുകൾക്ക് ശേഷം ഈ 20 സ്ഫോടനങ്ങൾ നടന്നതിന് ശേഷം 40 മിനിറ്റുകൾക്ക് ശേഷം ഈ ജിഹാദി ഭീകരവാദികൾ ഈ 2 ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഫോടനം നടത്തിയെന്നുള്ളത്. എന്ന് വെച്ചാൽ എന്താ പ്രശ്നം? എന്താ, ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് നിരവധി ആളുകളെ ഈ അപകടം അല്ലെങ്കിൽ സ്ഫോടനം നടന്ന സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ട് ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് അവിടെ വലിയ രീതിയിൽ ഒരു ആൾക്കൂട്ടം ഉണ്ടാകും. അപ്പോൾ അവിടെ ആ ആൾക്കൂട്ടം എത്തിയതിനു ശേഷം അവിടെ സ്ഫോടനം നടന്നാൽ കൂടുതൽ ആളുകൾ മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതുപോലെ പ്ലാൻഡ് ആയിട്ടാണ് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഇതുപോലുള്ള ഭീകരവാദികൾ, ഇവിടെ ഒരു ഭീകരവാദ വേട്ട അല്ലെങ്കിൽ ഭീകരവാദികൾ നിരന്തരമായിട്ട് നമ്മളെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചിരുന്നത്. അപ്പോൾ 2014 ശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ജയിലിനകത്തേക്ക് പോയിട്ടുള്ളത്. അത് ഒരുപാട് കേസുകൾ, നിസ്സാരമല്ല, നിരവധി കേസുകൾ ഇപ്പോൾ ഓരോ ദിവസങ്ങളായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. 36 വർഷങ്ങൾക്ക് ശേഷം നീതി ലഭിച്ച ഒരു കശ്മീരി പണ്ഡിറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു കശ്മീരി പണ്ഡിറ്റായിട്ടുള്ള ഒരു സഹോദരിയെ സംബന്ധിക്കുന്ന വാർത്ത പോലും, നേഴ്സാണ് ആ സ്ത്രീ, അവരെ അതിക്രൂരമായിട്ട് ഈ കശ്മീരിലെ ജിഹാദി ഭീകരവാദികൾ കൊല ചെയ്ത സമയത്തുള്ള കേസ് പോലും അവിടുത്തെ പ്രധാനപ്പെട്ട തീവ്രവാദി യാസിൻ മാലിക് അടക്കമുള്ള ആളുകൾ ഇന്ന് ജയിലിൽ കിടക്കുന്നു. അവർക്ക് എതിരെ നമ്മുടെ കോടതിക്ക് വിധി പറയാൻ സാധിക്കുന്നു ഒരു ഭയമില്ലാതെ. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് ആരാണോ അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഭരണകൂടത്തിനുണ്ട്, നമ്മുടെ എല്ലാ സംവിധാനങ്ങൾക്കുമുണ്ട്, പോലീസിനുണ്ട്, അല്ലെങ്കിൽ തീവ്രവാദികൾക്കെതിരെ നിലകൊള്ളുന്ന ആളുകൾക്കുണ്ടെന്നൊക്കെ ബോധ്യമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് മാറ്റത്തിന്റെ ഒരു അലയൊലികൾ തന്നെ നടക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അദീന ഭാരതിയെ പോലെയുള്ള ഒരു സഹോദരി സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ കമന്റ് ഇട്ട വ്യക്തിക്കെതിരെ പോലീസിൽ പരാതി കൊടുത്ത് അറസ്റ്റ് ചെയ്യിപ്പിക്കുക മാത്രമല്ല, അവനെതിരെ രാജ്യവിരുദ്ധ കുറ്റത്തിന് UAPA വരെ ചുമത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അഭിമാനകരമാണ്, ഒരു സംശയമില്ല. അദീന ഭാരതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പൊ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ കാണുന്ന സമയത്ത് നിരന്തരം നമ്മളിപ്പോ ഖത്തറിൽ 8 ഇന്ത്യൻ നാവികരെ വധശിക്ഷയ്ക്ക് വിധിച്ച സമയത്ത് ഖത്തറിന് ജയ് വിളിച്ചുകൊണ്ട് പല മലയാളികളും മലയാള അക്ഷരത്തിൽ കമന്റുകൾ പല സാറ്റലൈറ്റ് ചാനലുകളുടെയും അടിയിൽ ഇട്ടിരുന്ന ഒരു സാഹചര്യം. മലയാളികളായിട്ടുള്ള പലരും ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത സമയത്ത് അതിനടിയിൽ നിന്ന് വന്നുകൊണ്ട് മലയാളികളായിട്ടുള്ള പലരും കമന്റുകൾ ഇട്ട, അല്ലെങ്കിൽ ഖത്തറിന് ജയ് വിളിച്ചുകൊണ്ട് കമന്റുകൾ ഇട്ട ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പല ജിഹാദി ഗ്രൂപ്പുകളും നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും പല സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു തീവ്രവാദ വിരുദ്ധ അല്ലെങ്കിൽ തീവ്രവാദികൾക്കെതിരെയുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം ഇത്രയും കാലമായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇനിയുള്ള സമയങ്ങളിലെങ്കിലും ഈ ജിഹാദി ഗ്രൂപ്പുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.